തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കുടുംബം ജീവിച്ചിരുന്നത് കാനഡയിലായിരുന്നു. അവിടെ ആപ്പിളൊക്കെ മരത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാം. അങ്ങനെ കയ്യിൽ കിട്ടിയ ഒരു ആപ്പിള് എൻ്റെ മൂത്ത മകൻ കടിച്ചു തിന്നുന്ന കണ്ടപ്പോൾ ഞാൻ അവനെ ശകാരിച്ചു, കഴുകാതെ അതെന്തിനാ കഴിച്ചത്. പിന്നീട് ആ ആപ്പിൾ അവിടെ വെച്ച് കുഞ്ഞ് കളികളിൽ മുഴുകി. പിന്നീട് എപ്പോഴും അവൻ ഉറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞാണ് ഞാൻ ആ ആപ്പിൾ ശ്രദ്ധിച്ചത്. അതവന് കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു വലിയ വേദന എൻ്റെ ഉള്ളിലുണ്ടായി. തുടർന്ന് ഞാൻ ആ ആപ്പിൾ എടുത്ത് എന്തായാലും കുഞ്ഞ് കടിച്ചു വെച്ചതല്ലേ, കഴിച്ചേക്കാം എന്ന രീതിയിൽ കഴുകി കത്തി കൊണ്ട് അത് ചെത്തിയെടുത്തപ്പോഴാണ് അതിൻ്റെ ഉൾവശം മുഴുവനും കേടായിരുന്നു. ഞാൻ എൻ്റെ ഉള്ളിൽ ഓർത്തു, അത് കഴിക്കുന്നതിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ തടഞ്ഞത് എത്രയോ നന്നായി. ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങളൊക്കെ, നമ്മുടെ പ്രിയപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് നിഷേധിച്ചെന്നിരിക്കാം. ഈയിടെ ഒരു പിതാവ് പറഞ്ഞു, ഒരുപാട് ആഗ്രഹിച്ചിട്ട് വിദേശത്ത് പഠിക്കാൻ എല്ലാ ഡോക്യുമെൻസും ശരിയാക്കിയിട്ടും തൻ്റെ മകന് അഡ്മിഷൻ കിട്ടിയില്ല. കൂട്ടുകാരൻ പോയി. അതിൻ്റെ ഒരു ഡിപ്രഷൻ, ഒരു ദുഃഖം കുഞ്ഞിനുണ്ട്. ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച വിവാഹം നഷ്ടപ്പെട്ടത്, വിചാരിച്ച ജോലി നഷ്ടപ്പെട്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വേദനകളും ദുഃഖങ്ങളും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണും. ഓർക്കുക, ദൈവം നമ്മുടെ കരങ്ങളിൽ നിന്ന് നമുക്ക് പ്രിയപ്പെട്ട ചില ആപ്പിളൊക്കെ വാങ്ങി വയ്ക്കുന്നത് നമ്മൾ കാണാത്ത ചില അഴുക്കും മാലിന്യവും കെണികളും ഉള്ളതുകൊണ്ടാവാം. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഹൃദയ വ്യത എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. കൂടുതൽ മനോഹരമായ എന്തോ ഒന്നിനു വേണ്ടി ദൈവം ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സ്വപ്നം കണ്ടതും ഞാൻ പ്രതീക്ഷിച്ചതും താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ നന്മ തീർച്ചയായും എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഈ പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.